ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിരിയാണി ഉണ്ടാക്കിയ റെസിപ്പി. വെറും ബിരിയാണിയല്ല, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. കാരണം ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനൊരു പുതിയ സൺഡേ അല്ലേ, എല്ലാവരും വെറുതെ ഇരിക്കും, നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കനും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വെജിറ്റബിൾസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ പിന്നെ അത്ര പ്രോ അല്ലാത്തതുകൊണ്ട് കുറേ മിസ്റ്റേക്ക് വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് ശരിയാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അത് ഭയങ്കര സംഭവമായില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ അങ്ങോട്ടൊരു കുളമായിട്ടൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു ഉരുളക്കിഴങ്ങിനൊന്ന് കുക്ക് ചെയ്തെടുത്തു. ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് മാത്രം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ആ ഒരു എണ്ണയിൽ മസാല ഉണ്ടല്ലോ, ആ ഒരു എണ്ണ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യണത്. ആ ഒരു എണ്ണയിലോട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി വഴണ്ടി വരുന്ന ഒരു നേരം കൊണ്ട് നമ്മൾ അരി വേവാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് തക്കാളിയാണ് ഇട്ടെടുത്തത്. തക്കാളി ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അധികം തക്കാളി അങ്ങനെ ആർക്കും ഇഷ്ടമല്ല കഴിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. തക്കാളി ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ചും കൂടെ മസാലകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ ഒരു എണ്ണയിലുണ്ടായിരുന്ന മസാല നമ്മുടെ ആ ഒരു ഉള്ളിയിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മസാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് റൈസിലോട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പ് വേണമല്ലോ, അതുകൊണ്ടാണ്. അതൊന്ന് സെറ്റായി കഴിയുമ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്തത്. ബസ്മതി റൈസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് സ്കൂളിലോട്ട് കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ.